ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട പപ്സാണ്. അത് നമ്മൾ എണ്ണയിലല്ല ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5 ബീൻസ് ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇതിൽ ചേർക്കുന്നില്ല. കുഞ്ഞുങ്ങളാണ് കഴിക്കുന്നത് ഇവിടെ, അതുകൊണ്ട് അവർക്ക് പച്ചമുളക് പറ്റില്ല, അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് കറിവേപ്പില, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മാവ്, ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടെ ഇട്ടു. ബീൻസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വേഗം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞ് വെച്ചാണ് ഒരു പീസ് ഇഞ്ചി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഇട്ടുള്ളത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ബീൻസ് ഒന്ന് നന്നായിട്ട് വേകണം, അതാണ്. ഈ വെള്ളം ഒന്ന് പറ്റി ബീൻസ് അപ്പോഴത്തേക്ക് വെന്തോളും. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വേവിക്കാം. മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് ഒന്ന് മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് കൊടുക്കാം. തയ്യാറാക്കാനുള്ള ഇഡ്ഡലി കുട്ടമാണ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി കുട്ടത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു തട്ടും വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ആവിയിൽ വേവിക്കുന്ന പപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എണ്ണയൊന്നും കണ്ടമാനം വയറ്റിൽ പോവുകയില്ല. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എണ്ണയുടെ ചിലവൊന്നുമില്ല. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. പപ്സ് ആയെന്ന് നോക്കാം. നമ്മുടെ പപ്സ് എല്ലാം റെഡി ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. തണുത്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ ആവിയിൽ വേവിച്ച പപ്സ് നല്ല സോഫ്റ്റാണ്. സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് എണ്ണ ചിലവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു പപ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.